അമ്മയന്നു ചുരത്തിയുറക്കിയ ലഹരിയോളം വരില്ലെന്നിരിക്കിലും പാഞ്ഞിടുന്നുണ്ടടിമകളായവർ പാതിയെ മുഴുപട്ടിണിക്കിട്ടവർ. കൂട്ടുകാർക്കവൻ കണ്ണായിരിക്കുവോൻ കുഞ്ഞു കണ്ണിലെ കരടായിരിപ്പവൻ. നാട്ടിലുള്ളൊരു സൽക്കാരമൊക്കെയും മുന്നിൽ നിന്ന് നടത്തിക്കൊടുക്കുവോ. വീട്ടിലേക്കുള്ളരിക്കും പരിപ്പിനും കെട്ടുതാലി പണയം കൊടുക്കുവോൻ. പാട്ടുപാടാൻ മിടുക്കേറെയുള്ളവൻ പെറ്റ കുഞ്ഞിനായി ഒന്നുമൂളാത്തവൻ. ഇന്നലത്തെ കെട്ടൊന്നിറങ്ങുവാൻ നാളെയെയും കുരുതി കൊടുക്കുമോ. ഇന്നലത്തെ കെട്ടൊന്നിറങ്ങുവാൻ നാളെയെയും കുരുതി കൊടുക്കുവോ. നമസ്കാരം. ഞാൻ നിങ്ങളുടെ സുഹൃത്ത് നിസാർ പൊന്നാരത്താണ്. വിദ്യാലയങ്ങളിലും കുടുംബങ്ങളിലും വളർന്നു വരുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്താണ് മദ്യം, ലഹരി, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം. ഇത് സമൂഹ മനസാക്ഷിയെ ആകെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ രീതിയിൽ ഈ പ്രശ്നം വളർന്നുകൊണ്ടുമിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം കാണുവാൻ ഈ സമൂഹം ഒറ്റക്കെട്ടായി ഉണരണം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വിദ്യാലയ കാമ്പസുകളെയും കുടുംബങ്ങളെയും ലഹരി വിമുക്തമാക്കി മാറ്റണം. മയക്കുമരുന്നുകൾ മാനസിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന രാസവസ്തുക്കളാണ്. അവ ശാരീരിക പ്രവർത്തനങ്ങളെയും മാറ്റിമറിക്കുന്നു. ലഹരി, മയക്കുമരുന്നുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ലഹരി ഉണ്ടാക്കുന്നതും മയക്കുന്നതുമായ വസ്തുക്കളാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അതുമാത്രമല്ല, അവ മനംമാറ്റമുണ്ടാക്കുന്ന രാസവസ്തുക്കൾ കൂടിയാണ്. മൈൻഡ് ആൾട്ടറിംഗ് ഡ്രഗ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ. വിഷങ്ങൾ പലതുണ്ടരുതേ. അവയുടെ അടുത്തുപോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. കേവലമായ ലഹരിയും മയക്കലും മാത്രമേയുള്ളൂ എന്ന് കരുതുന്ന ഈ രാസവസ്തുക്കൾ മനസ്സിനെയും ശരീരത്തെയും മാറ്റിമറിച്ച് ജീവിതത്തെ ആകെ തന്നെ ദുർബലമാക്കുന്നു. ഇത് വ്യക്തിജീവിത ഭദ്രതയ്ക്കും അതുപോലെ തന്നെ സാമൂഹിക കുടുംബ ഭദ്രതയ്ക്കും വലിയ വെല്ലുവിളിയാണ്
ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ലഹരി, മയക്കുമരുന്ന്, രാസവസ്തുക്കൾ പ്രധാനമായും ബാധിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തെയാണ്, മസ്തിഷ്കത്തിലെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ്. വാസ്തവത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ 10,000 കോടി നാഡീകോശങ്ങളും മറ്റു 10,000-ഓളം നാഡീകോശങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ബൃഹത്തായ ഒരു ശൃംഖല തന്നെയാണ് ഉള്ളത്. ഈ മസ്തിഷ്ക കേന്ദ്ര നാഡീവ്യൂഹത്തിലേക്ക് അനഭലഷണീയങ്ങളായ രാസവസ്തുക്കൾ കടക്കാതിരിക്കാൻ ശരീരത്തിൽ തന്നെ ഒരു സംവിധാനമുണ്ട്. അതിനെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയും. രക്തമസ്തിഷ്ക പ്രതിബന്ധം. അത് ശരീരത്തിലുള്ള ഒരു പ്രതിഭാസമാണ്. അതുള്ളതുകൊണ്ട് അതൊരു ഫിൽറ്റർ പോലെ പ്രവർത്തിച്ച് അനഭലഷണീയമായ രാസവസ്തുക്കൾ മസ്തിഷ്കത്തിലെത്താതെ സൂക്ഷിക്കും. ഈ സംവിധാനം ഉള്ളതുകൊണ്ട് മസ്തിഷ്കം പലതരത്തിലും ശുദ്ധിയോടെ അതിൻ്റേതായ പ്രവർത്തനക്ഷമതയോടെ നിലനിൽക്കുകയാണ്. പക്ഷേ ലഹരി വസ്തുക്കളും മയക്കുമരുന്ന് വസ്തുക്കളും വളരെ വളരെ ചെറിയ തന്മാത്രകളാണ്. ഫാറ്റ് സൊല്യൂബിൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കൊഴുപ്പിൽ ലയിക്കുന്ന രാസവസ്തുക്കളാണ്. ഇങ്ങനെ കൊഴുപ്പിൽ ലയിക്കുന്ന ചെറിയ രാസവസ്തുക്കൾ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെയും കടന്ന് വളരെ വേഗം കേന്ദ്ര നാഡീവ്യൂഹത്തിലേക്ക് ഇരച്ചെത്തും. ചുരുക്കത്തിൽ ലഹരി മയക്കുമരുന്ന് തന്മാത്രകൾ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് മസ്തിഷ്കത്തിലേക്ക് ഇരമ്പിയെത്തുമ്പോൾ കേന്ദ്ര നാഡീവ്യൂഹം വല്ലാതെ പ്രകമ്പനം കൊള്ളുകയും മസ്തിഷ്കത്തിന് കൂടുതൽ രക്തം ആവശ്യമായി വരികയും ചെയ്യും. ആ രക്തം പമ്പ് ചെയ്ത് എത്തിക്കുന്നത് ഹൃദയമാണ് എന്നതുകൊണ്ട് ഹൃദയത്തിൻ്റെ മിടിപ്പ് വർദ്ധിക്കും, ഹൃദയത്തിൻ്റെ ചലനം കൂടും, ഹൃദയത്തിൻ്റെ പമ്പിങ് വർദ്ധിക്കും. അതോടെ കൂടുതൽ രക്തധമനികൾ കൂടുതൽ വലുതാകും. അത്തരത്തിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ചലനങ്ങൾ മസ്തിഷ്കത്തെയും ഹൃദയത്തെയും ബാധിക്കും. ഇത്തരത്തിൽ ഈ കേന്ദ്രനാഡീവ്യൂഹത്തിലെത്തുന്ന തന്മാത്രകൾ അവിടെ പ്രവർത്തിച്ച് പലതരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടാക്കുന്നു. അതിൽ ഏറ്റവും അപകടകരമായത് ഗാഠമായിട്ടുള്ള നിദ്രയാണ്, വിഭ്രാന്തിയാണ്. അതിലൂടെ മയക്കത്തിലൂടെ കോമ സ്റ്റേജ് വരെ എത്താനുള്ള സാധ്യതയും ഏറെയാണ്. പക്ഷാഘാതവും ഹൃദയാഘാതവും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയേറെയാണ്. പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നെന്നും പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നെന്നും പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ കരൾ തകർന്നും കണ്ണുകുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും അതിന്നു നമ്മളെടുക്കണമിന്നെ പ്രതിജ്ഞലഹരികളരുതരുത്, പ്രതിജ്ഞലഹരികളരുതരുത്. ബ്രെയിൻ്റെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളിലും ഉണ്ടാക്കുന്ന ഈ മാറ്റത്തെയാണ് മൈൻഡ് ആൾട്ടറിംഗ് ഡ്രഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള രാസവസ്തുക്കൾ ശരീരത്തിൽ ഒരിക്കലും കടക്കരുതെന്ന് തീരുമാനിക്കുക തന്നെ വേണം. മയക്കുമരുന്നുകൾ മറ്റൊരു തരത്തിലും ശരീരത്തെ ബാധിക്കുന്നു. ഇതാദ്യമായി കരളിനെയും അതുപോലെ തന്നെ പാൻക്രിയാസ്, ഹൃദയം, വൃക്കകൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളെയും ബാധിക്കും. പുകവലി, മദ്യം, മയക്കുമരുന്ന് എന്നിവയിൽ നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ പലരുമുണ്ടായി എന്ന് വരും. സാരമില്ല, ഒന്ന് നോക്കൂ. മധുരമുള്ളതാണ്, ഒന്ന് നോക്കൂ. ഒരു മിഠായിയാണ്, കഴിച്ചു നോക്കൂ. ഇങ്ങനെ പ്രലോഭനങ്ങളിലൂടെ പരീക്ഷണഘട്ടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഘട്ടം. ഒരിക്കലും പരീക്ഷണഘട്ടത്തിലെത്തരുത്. ഒരിക്കലും അത്തരം പ്രലോഭനങ്ങളിൽ വീഴരുത്. ശരീരത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുവാണ് എന്ന് സംശയം തോന്നുന്ന ഏതൊരു വസ്തുവും ശരീരത്തിലേക്ക് കടക്കാൻ നാം അനുവദിക്കരുത്. മനസ്സിൻ്റെ പരീക്ഷണഘട്ടത്തെ തരണം ചെയ്യലാണ് സുപ്രധാനമായ മറ്റൊരു ഘട്ടം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രതിരോധശേഷിയാണ്. അതായത് ഒരു പ്രലോഭനത്തിലും വീഴാത്ത മനസ്സിൻ്റെ പ്രതിരോധശേഷി. എന്താകർഷണീയതയുണ്ടെങ്കിലും ലഹരി മയക്കുമരുന്നുകൾക്ക് ഒരു പരീക്ഷണഘട്ടം കൊടുക്കാം എന്ന് തോന്നുന്ന ഒരു സന്ദർഭവും ഉണ്ടാവരുത്. മനസ്സിൻ്റെ പ്രതിരോധശേഷിയാണ് നമുക്ക് രക്ഷാകവചം. മനസ്സിൻ്റെ പ്രതിരോധശേഷിയാണ് നമ്മുടെ ശക്തി. ഉപയോഗിക്കാൻ വീണ്ടും തോന്നിയാൽ അത് കീഴടങ്ങിയതിൻ്റെ ലക്ഷണമാണ്.
ഒരിക്കലും അവിടേക്ക് എത്തില്ലെന്ന് പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിൽ ഉറപ്പിക്കണം. യാതൊരുവിധമായ പ്രലോഭനങ്ങളിലും ഞങ്ങൾ ഒരിക്കലും വീഴില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ശക്തമായ പ്രതിരോധശേഷി. അത് സ്വായത്തമാക്കി കഴിഞ്ഞാൽ സമൂഹം ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ നമുക്ക് ഈ വിപത്തിനെ മറികടക്കാനാവും. നമ്മുടെ ജീവിതമാണ് യഥാർത്ഥ ലഹരി. അതിനാൽ നമുക്കൊന്നിച്ചെപ്പോഴും എവിടെയും പറയാം, സേ നോ ടു ഡ്രഗ്സ്. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി ശിരസ്സുയർത്തി ശിരസ്സുയർത്തി